നാളെ പരലോകത്ത് റെക്കമെൻഡ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾക്ക് പണ്ടേ സംശയമില്ല, ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ സംശയമില്ലായ്മ വന്നത്. റസൂലുള്ളാഹി തങ്ങൾ നാളെ ശഫാഅത്ത് ചെയ്യുന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ ഞങ്ങളെ കുതിരാക്കി. ഒരാളും റെക്കമെൻഡ് ചെയ്യൂല, ഒരാൾ ശഫാഅത്ത് ചെയ്യൂല. സൂറത്ത് നജ്മിലെ 39-ാമത്തെ ആയത്ത് വലക്കൊക്കെ ചിറ്റിട്ടമാര് തലങ്ങും വലങ്ങുകൾ ഓതി. ഒരു മനുഷ്യൻ അവൻ ചെയ്തത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും സഹായിക്കൂല. ഇപ്പൊ പറയാണ് നബി തങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു, അത് മതി, ബാക്കി. പക്ഷേ അതിനുവേണ്ടി അള്ളാനോടാണ് നമ്മൾ തേടേണ്ടത്. അള്ളാനോട് തന്നെയാണ് ഞങ്ങൾ തേടാറുള്ളത്. അള്ളാനോട് തന്നെയാണ് ഞങ്ങൾ തേടാറുള്ളത്. അത് നിങ്ങൾ തുടങ്ങിക്കോളി, ബാക്കി ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുവേ, നിന്റെ റസൂലിന്റെ ശഫാഅത്ത് നീ ഞങ്ങൾക്ക് തരണം. അത് കിട്ടാനുള്ള വഴിയും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നമ്മൾക്ക് കിട്ടണം. അത് കിട്ടാനുള്ള മാർഗം പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാർഗം എന്ന് പറയട്ടെ. ബാങ്ക് വിളി കേൾക്കുമ്പോ നമ്മളൊക്കെ ബാങ്ക് വിളിക്കുന്നത് പോലെ വാചകങ്ങൾ ഏറ്റു പറയണം. അതുപോലെ തന്നെ ലാ ഹൗലയിൽ വ്യത്യാസപ്പെടുത്തി പറയുന്നു. ശേഷം നമ്മൾ മുത്ത് മുസ്തഫയുടെ പേരിൽ സമ്പൂർണമായ ഒരു സ്വലാത്ത് ചൊല്ലുന്നു. പിന്നീട് നമ്മൾ പറയേണ്ടത് എന്താണ്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന് തുടങ്ങുന്ന ദുആ ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ വിശദീകരിക്കേണ്ട, ഞാൻ വിശദീകരിക്കാം. കാരണം അതിന് ബാക്കി വിശദീകരിക്കുന്നത് നട്ടല്ലില്ല നമുക്കറിയാം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ബാക്കി നിങ്ങൾക്ക് പറയാൻ നേരമില്ലാന്നല്ലേ പറഞ്ഞ, ഞാൻ പറഞ്ഞോളാം. വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅ വബ്അത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത വർസുഖ്നാ ശഫാഅതുഹു. നബി തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥന അല്ലാഹുമ്മ എന്ന് അല്ലാഹനെ വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയണത്. അല്ലാഹനെ വിളിച്ച് തേടാന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. അല്ലാഹനെ വിളിച്ചുകൊണ്ട് നബി തങ്ങളുടെ ശഫാഅത്തിനെ ഞങ്ങൾ തേടുന്നു. ഇത് ഞങ്ങൾ പണ്ട് കാലം മുതൽ പറഞ്ഞപ്പോ പഞ്ചറായ സൈക്കിൾ എടുത്ത് ഞങ്ങളെ വൈത്തല കൂടി നിങ്ങൾ ഞങ്ങളെ മുശ്രിക്കാക്കി. ഇപ്പൊ നിങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെ റസൂലുള്ളാഹി റെക്കമെൻഡ് ചെയ്യുന്നു, ബാക്കി. ആ ദുആ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്റെ റെക്കമെൻഡ് അവന് കരസ്ഥമാകുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ബാങ്ക് കേൾക്കുമ്പോൾ അനിവാര്യ ഘട്ടത്തിലല്ലെങ്കിൽ നമ്മൾ ആ ബാങ്കിനെ അവഗണിച്ചുകൊണ്ട് സംസാരത്തിൽ ഏർപ്പെടരുത്. ആ ബാങ്കിന് നമ്മൾ ഇജാബത്ത് പറയണം, ശേഷം സ്വലാത്ത് ചൊല്ലണം, ശേഷം ഈ ദുആയിനെ ചോദിക്കണേ. ഇത് വേങ്ങര സുന്നി പള്ളിയിലെ ഇമാമല്ലോ, ഹുസൈൻ സലഫിയാണത്. ബാക്കി മുത്ത് മുസ്തഫാക്ക് വസീലത്തെന്ന പദവി കൊടുക്കണേ അല്ലാ. അത്യുന്നതമായ സ്തുത്യർഹമായ മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്ന പദവിയിലേക്ക് അവിടുത്തെ നാളെ മഹ്ശറിൽ നീ നിയോഗിക്കണേ അല്ലാ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള ദുആയാണ് ബാങ്കിന്റെ ശേഷം നടക്കുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിലൂടെ ഒരു ലക്ഷ്യമുണ്ട്. നാളെ പരലോകത്ത് പാപികൾക്ക് വേണ്ടി മുത്ത് മുസ്തഫ റെക്കമെൻഡ് പറയുമ്പോ അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കുകയാണ് ആർക്കൊക്കെ വേണ്ടി മുത്ത് മുസ്തഫ റെക്കമെൻഡ് പറയണമെന്ന്. ആ ലിസ്റ്റിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് അള്ളാനോടാണ് നമ്മൾ തേടേണ്ടത്. അപ്പൊ മുത്ത് മുസ്തഫ തങ്ങൾ നാളെ റെക്കമെൻഡ് ചെയ്യുന്നൊരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റിന്റെ കഥ ഞാൻ പറയാൻ പോവാണ്. ഇവിടെ ലിസ്റ്റിന്റെ ഒരു കളിയാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ. അപ്പൊ മുത്ത് മുസ്തഫ തങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടാൻ ബാങ്കിന്റെ ശേഷമുള്ള ദുആ നടത്തുക. ആ ദുആയിലുള്ളത് നബി തങ്ങളോടുള്ള ശഫാഅത്ത് തേടലാണ്. ആ ശഫാഅത്ത് അല്ലാഹുമ്മ എന്ന് പറഞ്ഞ് തേടിയാൽ അതിന് കുഴപ്പമില്ല എന്നാണ്. ആ ശഫാഅത്ത് ഞങ്ങൾ പണ്ട് കാലം മുതൽ ചെയ്യുന്നുണ്ട്. ആ ശഫാഅത്ത് ഞങ്ങൾ ചെയ്യും പോലെ, ഞങ്ങൾ പറയും പോലെ നിങ്ങളും പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു ഭാഗം ക്ലിയർ ആക്കാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായ പ്രസിഡന്റ് മഹാനായ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹു തആല ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകട്ടെ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ. തങ്ങൾ